ഇത് ഒരു കഥയല്ല. ഇത് ഒരു സംഭവവുമല്ല. ഇത് നമുക്കൊപ്പം ഉയർന്നിരുന്നതുപോലെ നമ്മളോടൊപ്പം തകർന്നുപോയ ചില സ്വപ്നങ്ങളുടെയും ഹൃദയങ്ങളുടെയും ഓർമ്മയാണ്. 2025 ജൂൺ 12 തീയതി സാധാരണമായി തുടങ്ങിയ എന്നാൽ അതിയായ വിറയലോടും കരച്ചിലോടും അവസാനിച്ച ഒരു യാത്ര. എയർ ഇന്ത്യ വിമാനം 171 നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം. എയർ ഇന്ത്യയുടെ 171 വിമാനം ബോയിംഗ് 787 ഡ്രീംലൈനർ. 252 യാത്രക്കാർ, ഒരുപാട് പ്രവാസികൾ, വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് വിമാനം പറന്നത്. രാവിലെ 6:10. ലക്ഷ്യം ലണ്ടൻ ഗാറ്റ്വിക്. വിമാനം ഉയർന്നത് 60 സെന്റിമീറ്റർ, അതായത് ഏകദേശം 600 അടി വരെ. എല്ലാം സാധാരണമായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇക്കോഗെ. എഞ്ചിൻ ഫെയിലിയർ. ഇതായിരുന്നു പൈലറ്റിന്റെ അവസാന വിളി. രണ്ടും എഞ്ചിനുകൾക്കും ത്രസ്റ്റ് പോയി. പൈലറ്റുമാർ സമീപം ഉള്ള അഹമ്മദാബാദ് എയർപോർട്ടിലേക്ക് തിരിച്ചുവന്നെങ്കിലും സമയം മതിയായിരുന്നു ഇല്ല. അഹമ്മദാബാദ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലാണ് വിമാനം തകർന്നു വീണത്. ഭൂമിയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളടക്കം 279 പേർ മരിച്ചു. എല്ലാവരും മരിച്ചു. പക്ഷേ ഒരു കുട്ടി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവന്റെ പേര് വിശ്വാസ് കുമാർ രമേശ്, സീറ്റ് നമ്പർ 11A. അവൻ പറഞ്ഞത്, "ഞാൻ ഉറങ്ങുകയായിരുന്നു. ഒരിക്കൽ കണ്ണു തുറന്നപ്പോൾ ചുറ്റും തീയും പൊട്ടലുമായിരുന്നു. ഞാൻ മരിച്ചുകിടന്നു. എന്റെ കഴുത്ത് വേദനിച്ചു. പക്ഷേ ഞാൻ ജീവിച്ചു." പക്ഷേ 2025 171 വിമാനം മാത്രം അല്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാന ദുരന്തം 1985 ആണ് ഉണ്ടായത്. ജൂൺ 23, 1985 എയർ ഇന്ത്യ 182 എന്ന വിമാനം. വിമാനത്തിൽ 329 പേർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും മരിച്ചു. ഇത് ഒരു ഭീകരാക്രമണം ആയിരുന്നു. കനഡയിൽ നിന്നും പറന്ന വിമാനം അയർലൻഡിന് സമീപം ആകാശത്ത് പൊട്ടിത്തെറിച്ചു. ഖലിസ്ഥാൻ സെപ്പററ്റിസ്റ്റുകൾ ആയിരുന്നു ബോംബ് സ്ഥാപിച്ചത്. 1985 എയർ ഇന്ത്യ 182യും 2025 എയർ ഇന്ത്യ 171യും ആഴത്തിൽ ബന്ധിപ്പിച്ച് വിശകലനം ചെയ്യുന്നു. ആദ്യത്തേതായ 182 വിമാനമാകുന്നത് ഭീകരാക്രമണത്തിന്റെ ഫലം ആയിരുന്നു. ഖലിസ്ഥാൻവാദികളുടെ ബോംബ് ആണവൻ. പിന്നെ 329 യാത്രക്കാർ തകർന്നു പോയ ആകാശത്തിൽ ഒരാളും രക്ഷപ്പെടാതെ പോയത്. അതിന്റെ എതിരെ 171 വിമാനം ഏറ്റവും പുതിയ ടെക്നോളജിയോടെയുള്ള ബോയിംഗ് 787 ഡ്രീംലൈനറാണ്. പക്ഷേ 2 എഞ്ചിനുകളും ത്രസ്റ്റ് നഷ്ടപ്പെട്ടപ്പോൾ അതും തകർന്നത് സുരക്ഷയുടെ പിഴവാണ് എന്ന് വ്യക്തമാകുന്നു. ഈ അപകടത്തിൽ യാത്രക്കാരോടൊപ്പം ഭൂമിയിൽ ഉണ്ടായ ഹോസ്റ്റൽ വിദ്യാർത്ഥികളടക്കം 28 പേരും മരിച്ചു. അതിനിടയിൽ വിശ്വാസ് കുമാർ എന്ന 37 വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് കാണികളെ ആഴത്തിൽ ബാധിക്കുന്നു. ടേബിൾ ഉപയോഗിച്ച് ഈ തറവിൽ ഈ ഭാഗം വിമർശനാത്മകമായി വീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. എത്ര ടെക്നോളജി മുന്നേറിയാലും ഒരു ചെറിയ പിഴവിന് എത്ര വലിയ വില കൊടുക്കേണ്ടി വരാം എന്ന്. ഈ രണ്ടും ചേർന്ന് കാണികളെ ഞെട്ടിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. സുരക്ഷയെന്നത് ആകാശത്ത് മാത്രമല്ല, മനുഷ്യശ്രദ്ധയിലും തുടങ്ങിത്തീരുന്ന ഒന്നാണ്. ഒരു ചെറിയ സ്ക്രൂ, ഒരു ഇൻഡിക്കേഷൻ, ഒരു ദഴയോഷികർ. അതിനു പിന്നിൽ 200-ലധികം ജീവനുകളാണ്. വിമാനസാങ്കേതിക വിദ്യ വളരുന്നു. പക്ഷേ മനുഷ്യശ്രദ്ധയും ഉത്തരവാദിത്വവുമാണ് ഈ ആകാശങ്ങളിലെ സുരക്ഷയുടെ അടിസ്ഥാനം. ഞാൻ കരഞ്ഞിരുന്നു. എല്ലാം തീയായിരുന്നുവെന്ന് തോന്നി. ഞാൻ അമ്മയെ വിളിക്കാനായിരുന്നില്ല. മൊബൈൽ പൊങ്ങിയിരുന്നു. നരേഷൻ. ഈ ശബ്ദങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി വീണ്ടും ഇതുപോലെ സംഭവിക്കരുത്. നമുക്ക് ഈ സംഭവങ്ങൾ മറക്കാനാവില്ല. മറക്കുന്നവർക്ക് ഇനി സംഭവിക്കുന്നത് അവരുടെ അജ്ഞതയുടെ മൂല്യമാണ്. നമ്മുടെ സുരക്ഷ എത്രത്തോളം ഭീഷണിയിലാണ് എന്ന് മനസ്സിലാക്കണം. വിമാനം 182. വിമാനം 171. 2 വർഷങ്ങൾ, 2 വഴികൾ. പക്ഷേ ഒരേ ശൂന്യത്തിൽ വിറങ്ങുന്ന 2 ഓർമ്മകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് താൽപ്പര്യമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും കൊടുക്കൂ. നിങ്ങളുടെ കമന്റ് നമ്മളെ കൂടുതൽ വിവരങ്ങളിലേക്ക് നയിക്കും. നമുക്ക് അറിയാം. ആഴത്തിൽ